മാഡം പറഞ്ഞാൽ ഈ പച്ചക്കറിയിൽ വിഷം എന്നൊരു വാക്ക് ഉദ്ദേശിച്ച് ഈ വിഷം എന്ന് പറഞ്ഞത് അങ്ങനെ അധികം വിഷങ്ങളൊന്നും പച്ചക്കറിയിൽ ചേർക്കാനായിട്ടുള്ള ആലുവ മാർക്കറ്റിന്റെ അവസ്ഥ എന്തുവാ? ആലോ മാർക്കറ്റിൽ പച്ചക്കറി ഒരു 90% വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. 90%? അതെ അതെ അതെ, വളരെ നിസ്സാരം മാത്രമാണ് ഈ നാടനായിട്ട് 50% ഒന്നും അവിടെ വാദമല്ല. അല്ലല്ല, ആലോ മാർക്കറ്റ് സംബന്ധിച്ചോളം വളരെ കുറച്ച് മാത്രമാണ് നാടൻ ഐറ്റംസ് വരുന്നുള്ളൂ. അത് കൂടുതൽ വരുന്നത് ഇപ്പൊ വരുന്നത് കുറച്ച് മാങ്ങ വരുന്നുണ്ട്, പിന്നെ കടച്ചക്ക, അങ്ങനെ നിസ്സാര സാധനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ജോഷി, ഈ ഓർഗാനിക് ആയിട്ട് വരുന്ന മലക്കറി വാങ്ങിക്കാൻ, പച്ചക്കറി വാങ്ങിക്കാനേ നമ്മുടെ മലയാളികൾക്ക് താല്പര്യമുണ്ട്. ഉള്ള കാര്യം പറയാമോ? ഇത് ആർക്കും നേരമില്ല, സമയമില്ല. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സാധനം ഇപ്പൊ ആദ്യം പച്ചക്കറിയൊക്കെ നമ്മൾ തൂക്കി കൊടുക്കുമായിരുന്നു. എങ്ങനെയാ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അരിഞ്ഞ് കവറിലാക്കി കൊടുത്താൽ അത്ര സന്തോഷമാണ്. അല്ല, വേവിച്ചോടെ കൊടുക്കുക, അതിന് വലിയ സന്തോഷമാണ്. ഏത് ഫ്ലാറ്റുകളില് നമ്മൾ അങ്ങനെ കൊടുക്കാൻ പോയാൽ അതിനും വലിയ സന്തോഷം. ഇപ്പൊ പിള്ളേര് നമ്മുടെ ചെറിയ 1ാം ക്ലാസ് തുടങ്ങി വേണം പിള്ളേരെ ഈ കൃഷി എന്താന്നുള്ളതും അവരെ ചെളിയിലിറക്കി അവരെ ചെയ്യിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പീരീഡെങ്കിലും ഇതെന്താണെന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ കൊടുത്ത് അവരെ ചെളിയിലിറക്കി അവരെ ഇതുപോലുള്ള കൃഷി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചാൽ അത് അമ്മമാര് പിള്ളേരെ ചെളിയിൽ ഇറക്കുവോ? ഇറക്കൂല. അതിന്റെ ദൂഷ്യഫലങ്ങളാണ് പിള്ളേര് വലുതാകുന്നതോറും വീർത്ത് വന്നതും ആവശ്യമില്ലാത്ത അസുഖങ്ങളൊക്കെ നമ്മുടെ കാഴ്ചപ്പാടും മനോഭാവമാണ് മാറേണ്ടത്. ഇപ്പൊ ആ ചേട്ടൻ പറഞ്ഞ വളരെ ശരിയായ ഒരു കാര്യമാണ്. നമ്മുടെ ചെറുപ്പം തൊട്ട് പിള്ളേരെ പഠിപ്പിക്കണം. ഈ കൃഷി ഒരു ലഹരിയാക്കി മാറ്റണം. സാറ് പറഞ്ഞ ഇതൊരു പാഠപുസ്തകത്തിൽ കൊണ്ടുവരേണ്ട ഒന്നാണ്. ഒരു പാഠപുസ്തകത്തിൽ വിഷമല്ലെന്ന് പറഞ്ഞല്ലോ. പെസ്റ്റിസൈഡ്സിന്റെ ബോട്ടിൽ എഴുതിയിട്ടുണ്ടല്ലോ, വിഷം എന്നുള്ളത് എഴുതിയിട്ടുണ്ടല്ലോ. തെറ്റിദ്ധാരണകളുണ്ട്. ഞാൻ പറയാലോ, കേരളത്തിൽ ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഫുർഡാൻ സുലഭമായിട്ട് കിട്ടുമായിരുന്നു. കിട്ടുന്നുണ്ടോ? 4-8 കിട്ടുമായിരുന്നു. കിട്ടുമായിരുന്നു. കിട്ടുന്നുണ്ടോ? ഇല്ല. ഇന്നത്തെ കേരളത്തിലെ കർഷകർ ഏറിയ പങ്ക് ഉപയോഗിക്കുന്ന ഗ്രീൻ ട്രയാങ്കിൾ കാറ്റഗറിയിൽ വരുന്ന പെസ്റ്റിസൈഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞ ഇന്ത്യ ഗവൺമെന്റിന്റെ അംഗീകൃത പെസ്റ്റിസൈഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഫുർഡാനും ഈ പറഞ്ഞ റെഡ് കാറ്റഗറി എല്ലാം തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും സുലഭമാണ്. 80% പച്ചക്കറികളും പഴങ്ങളും വരുന്ന ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇപ്പൊ ഞാൻ പറയാം, ഈ പെസ്റ്റിസൈഡ്സ് റെസിഡ്യൂ ഇല്ലാത്ത ഒരു പഴങ്ങളും പച്ചക്കറികളും ഞാൻ മാർക്കറ്റിൽ വിൽക്കാൻ കൊണ്ടുപോയി. ഞാൻ കൊണ്ടുപോകുന്ന പെസ്റ്റിസൈഡ്സ് ഇല്ലാത്ത ഒന്നാണെങ്കിൽ ഞാൻ വിൽക്കാനായിട്ട് ഒരു ഉപഭോക്താവ് മേടിക്കാൻ വരുന്ന എന്താ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന വില കുറഞ്ഞിരിക്കുന്ന പെസ്റ്റിസൈഡ്സ് ഉള്ളതാ. അപ്പൊ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഏതാ? വില കുറഞ്ഞ വസ്തു കയറി മേടിക്കും. നിങ്ങൾ ആലുവ മാർക്കറ്റിലേക്ക് പോകണം. അല്ല, ഈ ഓർഗാനിക് സാധനം ഇത്ര നോട്ടം ഉണ്ടാവൂല, കാരണം ഗ്ലാമർ കുറവായിരിക്കും. ഞാൻ ചോദിക്കും, നിങ്ങൾക്കിപ്പോൾ കേരളം മുഴുവൻ നന്നാക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആലുവ മാർക്കറ്റ് നന്നാക്കാനേ പറ്റൂ. ഈ ആലുവ മാർക്കറ്റിൽ തുടങ്ങി വെക്കാൻ വേണ്ടി അവിടെ ഈ ഓർഗാനിക് വെജിറ്റബിൾസ് കിട്ടും. ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ തയ്യാറാണല്ലോ. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ ഈ ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് മാത്രം വെക്കുന്ന ഒരു ഡിവിഷൻ അവിടെ ഉണ്ടായാൽ ആളുകൾ അങ്ങോട്ട് പോകും? മലയാളികൾ തീർച്ചയായും പോകും. പോവല്ലേ? പോവും.